ആലുവ പമ്പ് ഹൗസിൽ അതിക്രമിച്ചു കയറിയ ബംഗാൾ സ്വദേശി കമ്പിയിൽ കുടുങ്ങി. ജീവനക്കാർ പിടികൂടാൻ ശ്രമിച്ചതിനെ തുടർന്ന് പുഴയിലേക്ക് ചാടിയ ഇയാൾ കമ്പിയിൽ കുടുങ്ങുകയായിരുന്നു. ഫയർഫോഴ്സിന്റെ ബോട്ട് എത്തിച്ചാണ് ഇയാളെ പുറത്തിറക്കിയത്. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, എന്തിനാണ് ഈ പെരുമഴയത്ത് ഇയാൾ ഇത്തരം ഒരു സാഹസികത്തിന് മുതിർന്നത്? വിശദാംശങ്ങൾ. സ്വാതി, ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അതായത് ഇയാൾ ബംഗാൾ സ്വദേശിയാണ്. പക്ഷെ മാനസികമായി ചില ബുദ്ധിമുട്ടുകൾ ഇയാൾക്കുണ്ടായിരുന്നു, ചില മാനസിക വെല്ലുവിളികൾ ഇയാൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പമ്പ് ഹൗസിനകത്തേക്ക് ഇയാൾ ചാടി കയറുകയായിരുന്നു. ആദ്യം മോഷ്ടാവെന്നാണ് കരുതിയത്. അതോടുകൂടി ഇയാളെ പിടിക്കാൻ പമ്പ് ഹൗസിലെ ജീവനക്കാർ ശ്രമം നടത്തി. പിന്നീട് ഇയാൾ അവിടെ നിന്നും ഉള്ളിലേക്ക് ചാടുകയായിരുന്നു. അവിടെയാണ് ഇയാൾ കുടുങ്ങിപ്പോയത്. പുഴയിലേക്ക് ചാടുമ്പോൾ കുടുങ്ങിപ്പോകുകയായിരുന്നു, ആ കമ്പിയിൽ കുടുങ്ങിപ്പോകുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സിന്റെ ബോട്ടിലെത്തിയാണ് ഇയാൾ അവിടെ നിന്നും മാറ്റുവാനും രക്ഷിക്കുവാനും കഴിഞ്ഞത്. എന്തായാലും വിശദമായ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. പമ്പ് ഹൗസിൽ ഇത്തരത്തിൽ ആള് കുടുങ്ങിയത് കൊണ്ട് തന്നെ പലയിടങ്ങളിലേക്കുമുള്ള പമ്പിങ് തടസ്സപ്പെട്ടിട്ടുമുണ്ട്. സ്വാതി, ശരി സഹിൻ, ആലുവ പമ്പ് ഹൗസിലാണ് ബംഗാൾ സ്വദേശി അതിക്രമിച്ചു കയറിയത്. കമ്പിയിൽ കുടുങ്ങിയ ഇയാളെ ഫയർഫോഴ്സിന്റെ ബോട്ട് എത്തിച്ച് രക്ഷപ്പെടുത്തുകയും ചെയ്തു.